പക്ഷേ ഞാൻ പറയുന്നു സംഗീതത്തിൽ വിനയമാണ് ഏറ്റവും പ്രധാനം. അത് എത്ര വലുതായാലും നമ്മൾ വിനയമായിട്ട് നിന്നാലാണ് അവസരങ്ങളും ഒക്കെ ശാസ്ത്രീയ സംഗീതത്തിലൊക്കെ കിട്ടുക. വൈകിട്ട് കൂട്ടുകാരോ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു DJ ഇല്ലാതെ ഒരു ദിവസം കടന്നു പോകുന്ന എനിക്ക് തോന്നുന്നില്ല. കലയിലേക്ക് വന്നു കഴിയുമ്പോൾ വയലിന്റെ പ്രാധാന്യത്തെ എങ്ങനെ നമുക്ക് തർജ്ജമ ചെയ്യാൻ സാധിക്കും? അതായത് ഇപ്പോൾ വയലിൻ വായിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ DJയുടെ കൂടെ വേണമെങ്കിൽ വയലിൻ വായിക്കാം. ഇപ്പൊ സാർ പറഞ്ഞു സംഗീത ലോകത്ത് ഈ സമുദായത്തിന്റെ വേർതിരിവിനെ കുറിച്ച്. ഈ കാലഘട്ടത്തിൽ അതിനൊരു മാറ്റം വന്നിട്ടുണ്ടോ? അല്ല, ജാതി ഇല്ല എന്നൊക്കെ പറഞ്ഞ് കാലത്തൊക്കെ നടക്കുമെങ്കിലും എല്ലാത്തിലും അല്പമൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരാൾ നമ്മൾ കാണുമ്പോൾ തന്നെ ദൂരെ നിർത്തും എന്ന് പറയുന്ന ഒരു അവസ്ഥ അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ, സ്ഥലമൊന്നും പറയുന്നില്ല, ഞാനവിടെ പ്രോഗ്രാം വായിക്കാൻ ചെന്ന് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് എന്നെ വളഞ്ഞു വെച്ച് എൻ്റെ അടുത്ത് വളരെ അസഭ്യമായിട്ട്, നിങ്ങളോട് ആര് പറഞ്ഞു അമ്പലത്തിൽക്കാരൻ. ശ്രവണസുന്ദരമായ ശബ്ദങ്ങൾ കൊണ്ട് മനസ്സിൽ വികാരങ്ങൾ സൃഷ്ടിച്ച് രസിപ്പിക്കുന്ന ഒരു കലയാണ് സംഗീതം. നമ്മളെല്ലാവരും സന്തോഷമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, സമാധാനത്തിനായിക്കോട്ടെ ഓടിച്ചെന്ന് ആശ്രയിക്കുന്നത് ഒരു പാട്ടിലേക്കായിരിക്കാം, അല്ലേ? അതേപോലെ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ, അമ്മയുടെ ഹൃദയമിടിപ്പിൽ നിന്നായിരിക്കാം നമ്മളെല്ലാം ആദ്യ താളം അറിഞ്ഞിട്ടുമുണ്ടാവുക. ഇന്ന് തൻ്റെ വിരലുകൾ കൊണ്ട് സംഗീത ലോകത്ത് മാതൃക വിസ്മയം തീർത്തിട്ടുള്ള ഗാനങ്ങളിലൂടെയൊക്കെ നമ്മളെ ഒരുപാട് രസിപ്പിച്ചിട്ടുള്ള ഒരു അതുല്യ പ്രതിഭയാണ് ഓപ്പൺ ഹാർട്ടിൽ ഇന്ന് എന്നോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു അസീസ് സർ. നമസ്കാരം. 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 എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇങ്ങനെ സുഖമായിട്ട് ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ചില പ്രോഗ്രാം കച്ചേരികളും ഒക്കെ ആയിട്ട് അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. അതെ. ഈ സംഗീത ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ പ്രചോദനമായിട്ടുള്ള എന്തായിരുന്നു ലൈഫിൽ? നമ്മളൊക്കെ ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഇതാണ് എൻ്റെ ജീവിതം, ഇതാണ് എൻ്റെ ജീവൻ എന്ന് തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ഉണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും. ആ ഒരു നിമിഷം എന്താണ്? അതായത് ഞാൻ കുടുംബത്തിൽ തന്നെ, എൻ്റെ ഫാദർ സംഗീത കോളേജ് പ്രിൻസിപ്പളായിരുന്നു. പാലക്കാട് റിട്ടയർ ചെയ്ത ആളാണ് പ്രിൻസിപ്പളായിട്ട്. യേശുദാസിനെയും അതുപോലുള്ള പ്രഗത്ഭരെയൊക്കെ പഠിപ്പിച്ച ആളാണ്. അപ്പോൾ ചെറുപ്പം മുതലേ സംഗീതം കേട്ടാണ് വളർന്നത്. അപ്പം എനിക്ക് ആദ്യം കൊട്ടാനായിരുന്നു ഇഷ്ടം, തബല. അല്ലെങ്കിൽ അപ്പോൾ വാതിലൊക്കെ കൊട്ടിക്കൊട്ടി ഒരിട വാതിലൊക്കെ ചെയ്ത് നശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പം മൃദംഗം പഠിക്കുന്ന കാര്യം പറഞ്ഞാൽ അതും വേണ്ട, കാരണം അതാകുമ്പോൾ വലിയ കനമുണ്ട്, നിങ്ങൾക്ക് എടുത്തു നടക്കാനൊക്കെ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിപ്പിച്ചില്ല. പിന്നെ പാട്ട് പഠിച്ചു. ആദ്യം പാട്ട് പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ശ്വാസം മുട്ടുണ്ട്, ആസ്മയുടെ അസുഖമുണ്ട്. അപ്പോൾ പറഞ്ഞു ഇനി ശ്വാസം കിട്ടാനുള്ള ഒരു പ്രയാസം, അത് വേണ്ട, ശരി വയലിൻ പഠിക്കൂ. അപ്പം വയലിൻ പഠിച്ച് സത്യം പറഞ്ഞാൽ അന്ന് ചെറുപ്പത്തിൽ തുടങ്ങി 8ാം ക്ലാസ് തുടങ്ങി വയലിൻ പഠിച്ചു തുടങ്ങി. എത്രാമത്തെ വയസ്സിൽ? ഏകദേശം ഒരു 12-13 വയസ്സ് തുടങ്ങി വയലിൻ പഠിച്ചു തുടങ്ങി. അപ്പോൾ ഒരു 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കും അത്യാവശ്യം സത്യം പറയാമല്ലോ കാശ് കിട്ടി തുടങ്ങി. ചെറിയ ചെറിയ പരിപാടികളൊക്കെ വായിക്കാം. അപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാമല്ലോ പരിപാടി. അന്ന് വേറെ അങ്ങനെ വലിയൊരു ഇതൊന്നും ഇല്ലല്ലോ, സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തൊരു സമയമാണല്ലോ, ഇത് തരക്കേടില്ല. അപ്പോൾ അന്ന് തുടങ്ങി. പിന്നെ എനിക്ക് അപ്പോൾ എന്നോട് ചേട്ടാ ഇനിയും നന്നായിട്ട് വായിക്കാൻ ഇനിയും കൂടുതൽ പൈസ കിട്ടും, കാരണം അന്ന് ചെറിയൊരു എമൗണ്ടാണ് കിട്ടുന്നത്. അച്ഛനാണോ പറഞ്ഞു തരുന്നത്? അതെ. അപ്പോൾ നീ നന്നായിട്ട് പഠിച്ചാൽ ഇനിയും ഇതിനുള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഈ പൈസ കിട്ടുന്നുള്ള സന്തോഷം. അപ്പോൾ അന്നും ഈ പറഞ്ഞ പോലെ ഒരു 100 രൂപ കിട്ടിയാൽ 10-30 രൂപ ഞാൻ എടുത്തിട്ട് ബാക്കി ഫാദറിന് കൊടുക്കുകയുള്ളൂ. അന്ന് ഈ കൂട്ടുകാരൊക്കെ ഉണ്ട്. അന്ന് ഇന്നത്തെ മാതിരിയുള്ള ഒരു ജീവിതമല്ല, ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പോൾ അവർക്കൊക്കെ ചായ പിടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളവർ. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കാനായിട്ട് ഇങ്ങനെ പൈസ എടുത്ത് മാറ്റി വയ്ക്കുമായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ചെറിയൊരു പൈസ ആണ് എന്നെ പ്രോത്സാഹിപ്പിച്ചതെന്ന് പറയാം സത്യത്തിൽ. പിന്നെ സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത് പ്രീഡിഗ്രിക്ക് ശേഷമാണ്. അപ്പോൾ ആയുർവേദ ഡോക്ടർ ആകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഫാദർ പറഞ്ഞു അതിനൊക്കെ നല്ലതല്ലേ ഇത്. അപ്പോൾ 2 വർഷം മദ്രാസിൽ പഠിക്കാൻ പോയി. അവിടുത്തെ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വളരെ നമ്മുടെ വഴി ഇത് തന്നെയാണ് തിരിച്ചറിഞ്ഞ് ഞാൻ ഇതിലേക്ക് മെയിനായിട്ട് ശ്രദ്ധിച്ചു. അങ്ങനെ ആദ്യം 2 വർഷം സ്കൂളിൽ, സെൻറ്റ് ആൽബർട്ട്സ് സ്കൂളിൽ പഠിപ്പിച്ചു.
അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ സംഗീത കോളേജ് കിട്ടി. ഏകദേശം ഒരു 36 വർഷം സംഗീത കോളേജ് സർവീസ് ചെയ്തു. ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് 8 വർഷമായി. ഇപ്പോഴും സംഗീതമാണ്. ഈ സംഗീതം ആയതുകൊണ്ട് എന്തൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വളരെ താഴ്ന്ന നിലയിലുള്ള ആൾക്കാരായിട്ടും വലിയ ഉയർന്ന ഇതിലുള്ള ആൾക്കാരുമായിട്ടും നമുക്ക് എല്ലാവരുമായിട്ടും നമുക്ക് മിങ്കിൾ ചെയ്യാനും അവരുടെ എല്ലാവരും സ്നേഹം കിട്ടുവാനും നമുക്കൊരു ഇതായിട്ടുണ്ട്. ഈവൻ അബ്ദുൽ കലാം സാറിൻ്റെ കൂടെ ഒരാഴ്ച താമസിക്കാനും പ്രോഗ്രാം പങ്കെടുക്കാനൊക്കെ സാധിച്ചു. അത് ഫാദർ പോൾ പോത്തിങ്കൽ എന്ന് പറഞ്ഞ CMI അച്ഛനുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി പോയപ്പോഴാണ് അത് സംഭവിച്ചത്. ശരി. നമുക്ക് എല്ലാവർക്കും ഇപ്പം എല്ലാ മനുഷ്യർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കാണും. എത്ര എത്ര കേട്ടാലും മതി വരാത്തൊരു ഒരു പാട്ട്. അതേപോലെ വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എത്ര വായിച്ചാലും അങ്ങ് പിന്നെയും വായിക്കണമെന്ന് തോന്നുന്നത് എന്താണ്? ഏത് രാഗമായിരിക്കും? എനിക്ക് എല്ലാ രാഗങ്ങളും ഇഷ്ടമാണ്. എന്നാലും എനിക്ക് തോന്നുന്നു എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെടാൻ പറ്റുന്ന, അതായത് പെട്ടെന്ന് സംഗീതം അറിയാൻ പാടില്ലാത്തവർക്ക് പോലും ഒരു എന്തോ എവിടെയെങ്കിലൊക്കെ ഒരു മനസ്സിലേക്ക് സന്തോഷം തരുന്ന ഒരു രാഗമായിട്ട് എനിക്ക് സിന്ധു ഭൈരവി എന്ന രാഗം, എനിക്ക് അതിനെക്കുറിച്ച് ആണ് എനിക്ക് പറയാനുള്ളത്. സിന്ധു ഭൈരവി മിലേ സുർ മേരാ തുമാര, അത് ആ രാഗത്തിലാണ് ചെയ്തത്. പിന്നെ പ്രാണസഖി ഞാൻ വെറുമൊരു, അപ്പോൾ അങ്ങനെ ഒരുപാട് പാട്ടുകൾ, ഹിന്ദി പാട്ടുകൾ, ഇത് മാപ്പിളപ്പാട്ടുകൾ, അങ്ങനെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ സ്വരങ്ങളും ഒരുപക്ഷെ വരുന്ന ഒരു രാഗം സിന്ധു ഭൈരവിയാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. അതേപോലെ സാറ് കർണാട്ടിക് സംഗീതത്തിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആ ഒരു എന്താ പറയുന്നത്, ജനങ്ങൾ ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് കർണാട്ടിക് സംഗീതം പഠിക്കാനായിട്ട് ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്ത് പോകുന്നതൊക്കെ കാണാം. അപ്പൊ സാറിന് അത് പഠിക്കാനായിട്ടുണ്ടായിരുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെയായിരിക്കാം നേരിട്ടിട്ടുള്ള ഒരു സ്ട്രഗിൾ? എന്തൊക്കെയായിരിക്കാം? കർണാടക സംഗീതം ഇപ്പം എന്നോട് ചോദിക്കുകയാണ് എന്താണ് കർണാടക സംഗീതത്തിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അതിനെ എന്താണ് മറ്റു സംഗീതങ്ങളുമായിട്ട് അതിനെ മാറ്റി നിർത്തുന്നതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പലർക്കും ഒരു കൃത്യമായിട്ട് ഉത്തരം പറയാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക, ലോകത്ത് പല സംഗീത രീതികളുണ്ട്. പാശ്ചാത്യ സംഗീതമുണ്ട്, ഇന്ത്യയിൽ തന്നെ ഹിന്ദുസ്ഥാനി സംഗീതമുണ്ട്, നാടൻ പാട്ടുകളുണ്ട്, വെസ്റ്റേൺ മ്യൂസിക്, ചൈനീസ് മ്യൂസിക്, അറേബ്യൻ മ്യൂസിക് എല്ലാം ഉണ്ട്. പക്ഷേ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഗീതമാണ് കർണാടക സംഗീതം. അതായത് കർണാടക സംഗീതം പഠിച്ചാൽ ഏതൊരു സംഗീത ശാഖയും അല്പം ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും, അല്പം നമുക്ക് ഒരു അതുപോലെ ഒന്ന് പക്ഷേ വേറെ ഏത് സംഗീത ശാഖ പഠിച്ചാലും കർണാടക സംഗീതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് എൻ്റെ ഒരു വ്യത്യാസം. മാത്രമല്ല ഇപ്പം ഞാൻ വെസ്റ്റേൺ വയലിനിസ്റ്റുമായിട്ട് കൂടിച്ചേർന്ന്, അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, വലിയൊരു വയലിനിസ്റ്റായിരുന്നു ജോൺ ഗഗറി എന്ന് പറഞ്ഞ്, അദ്ദേഹം പറഞ്ഞു പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് ഒരു 2-3 ഐറ്റം വായിക്കാം. പക്ഷേ ഇതായിട്ട് പുള്ളി വരാൻ വൈകി, പ്രാക്ടീസ് നടന്നില്ല. അപ്പോൾ എന്നോട് ഇനി എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, സാർ എന്ത് വായിച്ചാലും ഞാനത് റിപ്പീറ്റ് ചെയ്യാം. അതുപോലെയല്ല, ഏകദേശം റിപ്പീറ്റ് ചെയ്യാം, പക്ഷേ കർണാട്ടിക് ശൈലിയായിരിക്കും എന്ന് പറഞ്ഞു. അതെങ്ങനെ സാധിക്കും? അത് ബുദ്ധിമുട്ടല്ലേ? ഞാൻ പറഞ്ഞു അതല്ല, ചെയ്യാൻ പറ്റും. പുള്ളി ആദ്യം നമ്മൾ സമ്മതിച്ചില്ല. എന്നാൽ ശരി നമുക്ക് സ്റ്റേജ് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റേജിലേക്ക് വന്നു. പുള്ളിയുടെ ശൈലിയിൽ ഒരു വെസ്റ്റേൺ പീസ് വായിച്ചു. അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ ആ രാഗം ഏകദേശം മോഹനമാണ്. അപ്പോൾ ഞാനത് ഈസിയായിട്ട് ആ ശൈലി വായിച്ചിട്ട് പിന്നെ കർണാടക ഇതിൽ വ്യത്യാസം, ആ പുള്ളി ആകെ അർത്ഥം വിട്ടു. അപ്പോൾ അതെനിക്ക് അപ്പോൾ എന്നോട് ഇത് അങ്ങനെ 2-3 രാഗങ്ങൾ പുള്ളി വായിച്ചു. പുള്ളി പറഞ്ഞു സമ്മതിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? ഞങ്ങളൊക്കെ പുസ്തകം നോക്കിയാണ് വായിക്കുന്നത്, നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വായിക്കുന്നത്. ഞാൻ പറഞ്ഞു അത് എൻ്റെ കഴിവല്ല, കർണാടക സംഗീതം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യൻ സംഗീതത്തിൻ്റെ ആ ശാഖ പഠിച്ചതിലുള്ള മനസ്സിലാക്കിയുള്ള അതുകൊണ്ട് ഗുണമാണെന്ന് പറയും. ഓ വെരി ഗ്രേറ്റ്. ആ മനുഷ്യൻ പിറ്റേ ദിവസം ഒരു ദിവസം ഫുള്ളായിട്ട് കർണാടക സംഗീതവും വെസ്റ്റേണിലും എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്, ആ ഗമങ്ങൾ എങ്ങനെയാണ് പറയുക, അതിനെക്കുറിച്ച് പുള്ളി ഷൂട്ട് ചെയ്ത് ഒരു ദിവസം ഫുള്ള് എന്നെ ഷൂട്ട് ചെയ്ത് പുള്ളി കൊണ്ടുപോയി പ്രോഗ്രാം. അതുപോലെ തന്നെ ജാപ്പനീസ് എന്ന് വന്ന അവരുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്ത് പല ടീം. പക്ഷേ ഇപ്പോൾ ഹിന്ദുസ്ഥാനി വീട് കൂടെയാണെങ്കിലും എല്ലാം കർണാട്ടിക് മ്യൂസിക്കിന് യോജിച്ച് ചെയ്യാൻ പറ്റും. അത് മ്യൂസിക്കിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു സംഗീതത്തിൽ, ഈ കർണാട്ടിക് സംഗീതത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്, ക്ലാസ് എടുക്കുന്നതൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ എത്രത്തോളം ഈ സംഗീത പഠനം നമുക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റും?
ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് സംഗീത കോളേജിൽ മദ്രാസിൽ പഠിക്കാൻ പോയ സമയത്ത് ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു വർണ്ണം ഒരു കീർത്തനവും സാറെടുത്തു. പ്രഗത്ഭനായിട്ടുള്ള എൻ്റെ ഗുരു ശ്രീ പത്മഭൂഷൺ TN കൃഷ്ണൻ സാറ്. ഏകദേശം ഒരു രാവിലെ 10-10:30 തുടങ്ങി 1:30 ക്ലാസ് തീർത്തു. പറഞ്ഞു നാളെ ഇതെല്ലാവരും വായിച്ച് കേൾപ്പിക്കണം. അപ്പോൾ അന്ന് ടേപ്പ് റെക്കോർഡറില്ല. സാറ് ക്ലാസ് എടുത്ത് സാറ് 2 പ്രാവശ്യം വായിച്ചെന്ന് പോയി. എന്തു ചെയ്യും? കേൾക്കാനുള്ള യാതൊരു സംവിധാനമില്ല. ഏതെങ്കിലും ഗുരുമുഖത്തെ കിട്ടുകയുള്ളൂ. അപ്പോൾ അന്ന് ഞാൻ പിന്നെ സീനിയറായിട്ടൊരു കുട്ടിയുടെ വീട്ടിൽ പോയി അയാളെ ബുദ്ധിമുട്ടിച്ച് ഇരുന്ന് എഴുതിയെടുത്ത് അന്ന് രാത്രി ഉറക്കമൊളിച്ച് പഠിച്ചു. ഇന്നിപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നമ്മൾ ഏത് പാട്ട് ചോദിച്ചാലും യൂട്യൂബിലോ അല്ലെങ്കിൽ ആരെങ്കിലും അയച്ചു തരുമോ ഒക്കെ പഠിക്കാൻ സംവിധാനമുണ്ട്. അപ്പോൾ അത് വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഗുണം കിട്ടിയെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് 10 വർഷം കൊണ്ട് പഠിക്കുന്ന സാധനം ഇന്നിപ്പോൾ 2 വർഷം കൊണ്ട് പഠിക്കാൻ കഴിയും. അതാണ് ഞാൻ കാണുന്ന അതിനകത്തൊരു മേന്മ. പക്ഷെ പണ്ടെന്ന് പറഞ്ഞ ഒരു ഗുരുകുല സമ്പ്രദായത്തിലേക്കൊക്കെ പോരുമ്പോൾ ഒരു ഗുരു ശിഷ്യനുള്ള ഒരു ആത്മബന്ധം ഉണ്ടല്ലോ. ഉണ്ട്. നമുക്ക് നേരിട്ട് കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യാം. ഇപ്പോൾ വയലിൻ വായിക്കുമ്പോഴാണെങ്കിൽ പോലും ആ പിടിക്കുന്ന രീതി ആയിക്കോട്ടെ, വായിക്കുന്ന ശൈലി ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് നേരിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അതൊക്കെ സാധ്യമാകുമോ? അല്ല, അതായത് ഈ സംഗീതത്തിനുള്ളൊരു പ്രത്യേകത ഒരു ഗുരു ശിഷ്യ ബന്ധം സോഷ്യൽ മീഡിയ ആണെങ്കിലും അല്ലെങ്കിലും എന്നുമുണ്ട്. കാരണം അത് ഒരുപാട് ഉദാഹരണമുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി, പുള്ളി സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ DGM റിട്ടയർ ചെയ്ത ജോൺ എന്ന് പറഞ്ഞ് ഇരിങ്ങാലക്കുടക്കാരനാണ്. പുള്ളി റിട്ടയർമെൻറ്റിന് ഒരു പ്രോഗ്രാം വെച്ചു. ഫാദർ പോൾ പോത്തിങ്ങലാണ് പാടിയത്, ഞാൻ വയലിൻ വായിച്ചു. അപ്പോൾ പുള്ളി സ്റ്റേജിൽ കയറുന്നതിന് മുമ്പായിട്ട് എൻ്റെ കാലിലോട്ട് അനുഗ്രഹം മേടിച്ചിട്ടാണ് പുള്ളി സ്റ്റേജിൽ കയറിയത്. ഏകദേശം ഞാനും തമ്മിലൊരു 2-3 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പം അത് ഗുരുകുലം ആണെങ്കിലും ഇതാണെങ്കിലും അന്ന് ഇന്നും എന്നും സംഗീതത്തിന് ആ ഒരു പ്രത്യേകിച്ച് എസ്പെഷ്യലി കർണാട്ടിക് മ്യൂസിക്കിന് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനൊക്കെ ഒരു ഗുരു ശിഷ്യ ബന്ധം ഓൺലൈനാണെങ്കിലും ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെല്ലാം സ്റ്റുഡൻസിന്റെ അല്ലെങ്കിൽ ഗുരുവിന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. അതെ, കാരണം അത് എല്ലാവരും എന്താ പറയുക, ആ ഒരു അനുഗ്രഹം കൂടി വേണം എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ പണ്ട് കാലത്ത് ഈ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ അച്ഛനും അമ്മയും നമസ്കരിച്ചിട്ടാണ് പുറത്തേക്ക് പോവുക. ഇന്നും അത് തുടരുന്ന കുറച്ച് പേരുണ്ട്. അത് അവരുടെ സമ്പ്രദായം അങ്ങനെയാണ്. ഇന്ന് പറയുന്ന പോലെ കർണാട്ടിക് മ്യൂസിക്കിൽ നമ്മളൊരു ഗുരു എന്ന് പറയുമ്പോൾ ആ ഒരു ബഹുമാനത്തോടു കൂടിയാണ് സോഷ്യൽ മീഡിയയിലാണെങ്കിലും കാണുന്നത്. ഒരുപാട് ശിഷ്യന്മാരുള്ളൊരു പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സാറ്. അതിൽ എനിക്ക് ഏറ്റവും പാടായിട്ട് അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ഏറ്റവും സ്റ്റുഡൻസ് ക്യാച്ച് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു രാഗം ഏതായിരിക്കാം? അല്ല, അങ്ങനെ ഒരു രാഗം എന്ന് പറയാൻ പറ്റില്ല. അതായത് കർണാടക മ്യൂസിക് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യണമെങ്കിൽ ജ്ഞാനം വേണം, ടാലൻറ്റ് വേണം. ഇപ്പം ഞാൻ ചില കുട്ടികളോട് പറയും, എടാ നിങ്ങളൊക്കെ എന്നേക്കാൾ ടാലൻ്റുള്ള കുട്ടികളാണ്, ഞാനുള്ള കുട്ടികളാണ്, അത് ഞാൻ തന്നതല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഓരോ ആളുകളിലും അതിൻ്റെ പെർസെൻറ്റേജിന് വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് ഭയങ്കര ടാലൻ്റ് ഉണ്ടാവും. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ മദ്രാസിൽ പോയി, അവന് ഭയങ്കര ചെറിയ പയ്യനാണ്, പക്ഷേ എന്ത് പറഞ്ഞു കൊടുത്താലും അപ്പം തന്നെ ക്യാച്ച് ചെയ്ത് പാടും. അപ്പോൾ അങ്ങനെ ഈ ചിലർക്ക് വളരെ ജ്ഞാനം കുറവായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല സംഗീതം ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സംഗീതം പഠിച്ചിട്ട് കാര്യമുള്ളൂ. പിന്നെ ഇല്ലാത്തവരും ഈ പറഞ്ഞ പോലെ പഠിച്ചിട്ട് കുറേ ശ്രമം കൊണ്ട് കുറച്ച് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അത് ഒരുപാട് സമയം അവരുടെ വേസ്റ്റാകും. ഇതിനോടൊരു ഉള്ളിൻ്റെ ഉള്ളിലൊരു വാസനയുള്ളവർക്കേ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും. അങ്ങനെയുള്ളവർക്ക് സോഷ്യൽ മീഡിയയിലൂടെയുള്ള അറിവുകൾ വെച്ചിട്ടാണെങ്കിലും അത് കരസ്ഥമാക്കാൻ പറ്റും. അല്ലാതെ സോഷ്യൽ മീഡിയ വന്നതിൽ കൂടി ഒരു ടാലൻ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ജ്ഞാനമില്ലാത്ത ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ശ്രുതി എവിടെയാണ്, താളം എന്താണ്, താളമൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിൽ തന്നെ. മറ്റേ ചിലൻ സാറ് സിനിമയിൽ പറഞ്ഞ മാതിരി കണക്കാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞ പോലെ താളമാണ് സംഗീതത്തിൽ ഒരു പ്രധാന. അപ്പോൾ താളം ജന്മനാൽ ഒരു താളബോധം വേണം. അല്ലാത്തവർക്കത് പഠിച്ചു കഴിഞ്ഞാൽ താളത്തിലല്ല പാടാൻ പറ്റുക. കാരണം കൃത്യമായിട്ട് ഈ പാടുമ്പോൾ കൂടെ വായിക്കുന്നവർ താളത്തിൽ വായിക്കും. അപ്പോൾ ഇവൻ താളത്തിൽ പാടിയാലല്ലേ വായിക്കാൻ പറ്റുള്ളൂ. അതെ. അപ്പോൾ താളബോധം എന്തായാലും വേണം, സംഗീതജ്ഞാനം വേണം. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ സാറിനോട് ചോദിച്ചറിയാം.
ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ വെല്ലുവിളികൾ നിറഞ്ഞ ലോകത്ത് ഒരു യുവ കലാകാരന് കൊടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ കലാകാരന് വേണ്ട ഗുണം എന്താണെന്നാണ് സാറിൻ്റെ അഭിപ്രായം? അതായത് എൻ്റെയൊക്കെ സ്വഭാവം പറയാമല്ലോ, ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് എൻ്റെ ഫാദറൊക്കെ ഈ സംഗീതത്തിൽ ഞങ്ങൾ സാധാരണ ഈ സമുദായത്തിൻ്റെ പേരിൽ കുറച്ച് എൻ്റെ ഫാദർ കുറേ അനുഭവം മോശമല്ല ആയിട്ടുള്ള അനുഭവങ്ങൾ ഫാദർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ എനിക്ക് എല്ലാവരോടും ഭയങ്കര ജോലി കിട്ടി. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് പിന്നെ ആരെയും കണക്കാക്കേണ്ട കാര്യം. അപ്പോൾ ഞാൻ അത്ര ഒരല്പം റഫായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നു, സംഗീതത്തിൽ വിനയമാണ് ഏറ്റവും പ്രധാനം. അത് എത്ര വലുതായാലും നമ്മൾ വിനയമായിട്ട് നിന്നാലാണ് അവസരങ്ങളുമൊക്കെ ശാസ്ത്രീയ സംഗീതത്തിലൊക്കെ കിട്ടുക. ഇപ്പോൾ സാർ പറഞ്ഞു സംഗീത ലോകത്ത് ഈ സമുദായത്തിൻ്റെ വേർതിരിവിനെ കുറിച്ച്. ഈ കാലഘട്ടത്തിൽ അതിനൊരു മാറ്റം വന്നിട്ടുണ്ടോ? അല്ല, ജാതി ഇല്ല എന്നൊക്കെ പറഞ്ഞ് കാലത്തൊക്കെ നടക്കുമെങ്കിലും എല്ലാത്തിലും അല്പമൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ കാലഘട്ടത്തിലും ഉണ്ട്. എന്നാൽ നല്ല ആളുകളും ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഗുരു പറഞ്ഞില്ലേ, ടി എൻ സാറിൻ്റെ അടുക്കള വരെ എനിക്ക് പോകാം, ഭക്ഷണം എടുത്ത് കഴിക്കാം. അനന്തരാമൻ സാറ് ആ സമയം വേറൊരു കക്ഷി ഒരാൾ നമ്മൾ കാണുമ്പോൾ തന്നെ ദൂരെ നിന്ന് പറയുന്ന ഒരു അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും തിക്താനുഭവങ്ങൾ സാറിന് ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു സമുദായത്തിൻ്റെ പേരിൽ? അതായത് ഒരിക്കൽ ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ, സ്ഥലമൊന്നും പറയുന്നില്ല, ഞാനവിടെ പ്രോഗ്രാം വായിക്കാൻ ചെന്ന് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് എന്നെ വളഞ്ഞു വെച്ച് എൻ്റെ അടുത്ത് വളരെ അസഭ്യമായിട്ട്, നിങ്ങളോട് ആര് പറഞ്ഞു അമ്പലത്തിൽ കയറാൻ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാവരോടും പറയാറുണ്ട് എൻ്റെ പേര് ഇതാണ്, എനിക്ക് കയറാൻ പറ്റുമോ നിങ്ങൾ ചോദിക്കണം. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, അവർക്ക് അന്ന് വയലിൻകാർ കുറവാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എൻ്റെ പേരൊക്കെ മാറ്റി പറഞ്ഞുകൊണ്ട് അവരെന്നെ അമ്പലത്തിൽ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു അത് ശരിയല്ല, കയറാൻ പറ്റുന്ന അമ്പലത്തിൽ കയറിയാൽ മതി, എനിക്ക് അങ്ങനെ കയറണമെന്നൊന്നുമില്ല. പക്ഷെ അങ്ങനെ അങ്ങനെ 2-3 സ്ഥലത്ത് 1-2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വേറൊരു അമ്പലത്തിൽ ഞാൻ കയറിയെന്ന് പറഞ്ഞപ്പോൾ അവർ ശുദ്ധികലശമൊക്കെ നടത്തുകയും ഒക്കെ. ഞാൻ പറഞ്ഞു ഞാൻ എവിടെയും കയറണം എന്ന് ഞാൻ പറയാറില്ല. ആളുകൾ തന്നെ അന്നത്തെ കാലത്ത് വയലിൻകാർ കുറവായതുകൊണ്ടും നമ്മൾ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ടൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് ചെറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകുന്നു. ഒരു കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല. നമ്മൾ ഓരോ എന്താ പറയുക, എല്ലാം നമ്മൾ അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. ശരിക്കും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നേരിട്ടുള്ളവരാണ് കലാകാരന്മാരെന്നാണ് പറയുന്നത്. അവരുടെ ആ ഒരു അംശമുള്ളത് കൊണ്ട്, കാരണം എല്ലാവർക്കും ഈ കഴിവുകളൊന്നും നേടിയെടുക്കാൻ പറ്റില്ല. അവർക്ക് ഇപ്പോൾ ഒരു പാരമ്പര്യമില്ലെങ്കിൽ പോലും ജന്മവാസനയുള്ള ഒരുപാട് കലാകാരന്മാർ വരെയുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ സമുദായത്തിൻ്റെ ഒരു അതിർവരമ്പുകൾ വെക്കുക എന്ന് പറയുമ്പോൾ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. അതെ, പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒരുപാട് മാറ്റങ്ങൾ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കഴിവുള്ളവർക്ക് എവിടെയും. ഉദാഹരണമുള്ള ഹൈദരാലി മാഷ് എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ചെങ്ങന്നൂരിൻ്റെ അമ്പലത്തിൻ്റെ മതിൽ പൊളിച്ചു കൊടുത്താണ് അദ്ദേഹത്തിന് പാടിച്ചത്. അതേപോലത്തെ പക്ഷേ എറണാകുളത്ത് പിന്നെ അത് എന്താണെന്ന് വെച്ചാൽ സ്റ്റേജ് പുറത്ത് കിട്ടി, എന്നിട്ട് കളിക്കുന്നത് അകത്തും, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രധാന പ്രോഗ്രാമിന് മുമ്പ് സാർ എങ്ങനെയാണ് പ്രിപ്പയർ ആകുന്നത്? അതായത് ഏതൊരു കച്ചേരിയും അല്ലെങ്കിൽ നമ്മൾ വായിക്കാൻ പോകുമ്പോൾ നമുക്ക് അല്പം ടെൻഷനായിരിക്കും. പ്രത്യേകിച്ച് കർണാടക സംഗീതത്തിൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ എന്താണ് പാടുക, എവിടെയാണ് സ്വരങ്ങൾ പാടുക, അതൊക്കെ ഒരു ടെൻഷനാണ്. ഏത് രാഗം പാടും. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ചില കാൽക്കുലേഷൻസ് ഒക്കെ നോക്കും. ആയുധത്തിൽ വന്നാൽ എന്ത് ചെയ്യണം, രൂപതാളത്തിലാണെങ്കിൽ അതിൻ്റെ മാത്രം എത്രയാണ്, അതൊക്കെ ഒരു ചെറിയൊരു കാൽക്കുലേഷൻ മനസ്സിൽ ഒരു കൂട്ടി വയ്ക്കും. അങ്ങനെയാണ് ഒരു ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കർണാടക മ്യൂസിക്കിൽ റിഹേഴ്സലൊന്നും ഇല്ല. ഇപ്പോൾ ഗാനമേള എന്ന് പറയുമ്പോൾ അവർ ഒരു 10-12 റിഹേഴ്സലൊക്കെ നടത്തിയിട്ടായിരിക്കും അവർ സ്റ്റേജിലേക്ക് വരുന്നത്. ആ ഒരു സമ്പ്രദായം കർണാടക സംഗീതത്തിലില്ല. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. കാരണം മിക്കവാറും അവർ പാടുമ്പോൾ നമുക്കത് വായിക്കാൻ പറ്റും. പിന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അറിയാത്ത രാഗങ്ങളിലോ ഒക്കെ ചിലപ്പോൾ രാഗം പാടി, അപ്പോൾ ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ടാകും. പക്ഷേ വയലിൻകാരൻ വെച്ചാൽ അത് കേൾക്കുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു പഠനം അവൻ പഠിച്ചാലേ അത് വായിക്കാൻ പറ്റുള്ളൂ. ഏതൊരു മേഖലയിലാണെങ്കിലും നമുക്ക് ഈ പ്രോത്സാഹനം എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും വീണ്ടും മുമ്പോട്ട് ഊർജം പകർന്നു നൽകുന്ന ഒന്നാണ്. ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത, പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന ഒരു പ്രോത്സാഹനത്തിൻ്റെ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ അതായത് എല്ലാ കാലത്തും നമ്മളെ എന്താ പറയുക, നമ്മുടെ ഗുരുക്കന്മാർ വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ടി എൻ സാറാണെങ്കിലും അനന്തരാമൻ സാറാണെങ്കിലും. പിന്നെ അതിനുശേഷം എനിക്ക് എടുത്തു പറയാൻ പറ്റും സുകുമാരി നരേന്ദ്രമേനോൻ എന്ന് പറഞ്ഞൊരു മാഡം, ഫാദർ പോൾ പോത്തിങ്കൽ CMI, അദ്ദേഹമൊക്കെയാണ് എനിക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കി തന്നതും. അമേരിക്കയിലാണെങ്കിലും
യൂറോപ്പിലൊക്കെ ആണെങ്കിലും ധാരാളം പ്രോഗ്രാമിന് കൊണ്ടുപോയതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സഹായം കൊണ്ടാണ്. ഇന്ത്യയിലും വിദേശത്തേക്കായിട്ട് ഒരുപാട് പ്രോഗ്രാംസ് അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് സർ. അതെ. അപ്പോൾ ഇവിടെയും വിദേശത്തുമായിട്ട് തർജ്ജമ ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഇവിടുത്തെ പ്രേക്ഷകരും അവിടുത്തെ പ്രേക്ഷകരും എങ്ങനെയായിരിക്കും അതിനെ ഉൾക്കൊള്ളുക? അല്ല, അതായത് നമ്മൾ വിചാരിക്കും ഇപ്പോൾ കർണാടക സംഗീതത്തിനോ അല്ലെങ്കിൽ ഒന്നും ഇവിടത്തെക്കാളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഓഡിയൻസാണ് അവിടെ ഉള്ളത്. അവർ ചിലപ്പോൾ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ അവർ റിക്വസ്റ്റ് ചെയ്യും പാടാനായിട്ട്. ഇന്നിപ്പോൾ അമേരിക്കയിലൊക്കെ നന്നായിട്ട്, അതായത് ഒരു അനുഭവം ഞങ്ങൾ പോയപ്പോൾ അമേരിക്കയിൽ, അതായത് അമേരിക്കൻ പീപ്പിൾസ്, വൈറ്റ് പീപ്പിൾ, അവർ കർണാട്ടിക് മ്യൂസിക്കിൽ ഒരു കൃതി പാടുന്നത് കേട്ടിട്ട് ഞാൻ അതായത് അത്ര സൂക്ഷ്മമായിട്ട് അവർ ഉൾക്കൊണ്ടാണ് അത് പാടുന്നത്. അത് എളുപ്പമല്ല. ഒരു അമേരിക്കൻ ഗായകനുണ്ടായിരുന്നു, ജോൺ ബി ഹെഗിൻസ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം കച്ചേരി പാടുന്നത് കേട്ടാൽ ഒരു ഇന്ത്യക്കാരൻ പാടുന്ന പോലെയാണ് പാടുന്നത്. ഉച്ചാരണവും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിൻ്റെ രീതി. അപ്പോൾ നല്ലൊരു മാറ്റം അവിടെയുണ്ട്. ഇവിടത്തെക്കാൾ ഉപരി പ്രേക്ഷകരും ഇപ്പോൾ അവിടെ വിദേശത്ത് കൂടിയിട്ടുണ്ട്. അതെ, അവർക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ യൂട്യൂബിലോ അതിലോ കേൾക്കാമല്ലോ. പക്ഷേ അവിടെ നേരിട്ട് കേൾക്കാനുള്ളൊരു സംവിധാനം വളരെ കുറവായതുകൊണ്ട് ഇവിടുത്തെ ഒരുപാട് കലാകാരന്മാർ അവിടെയാണ് സീസൺ കഴിഞ്ഞാൽ പോകുന്നത്. സംഗീതം സമൂഹത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് താങ്കൾ സാറിൻ്റെ അഭിപ്രായം എന്താണ്? അതായത് സംഗീതം നമ്മൾ ഇപ്പോൾ യുവ തലമുറയിലെ ഒരു എഴുത്തുകാരൻ വേടനായിക്കോട്ടെ, അവർ ഒരുപാട് പേര് സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സംഗീതം കൊണ്ട് എന്തൊക്കെയായിരിക്കാം? അല്ല, സംഗീതം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സിന് സമാധാനം, മറ്റുള്ളവർക്ക് സന്തോഷം പറഞ്ഞു കൊടുക്കുന്നു, നമ്മളുടെ സങ്കടം നമുക്ക് മാറാൻ പറ്റുന്നു, സങ്കടമുള്ളവരും പാട്ട് കേൾക്കുന്നു. അപ്പോൾ എന്ന് പറയുന്ന പോലെ എല്ലാവരെയും സംഗീതം പഠിപ്പിക്കുമ്പോൾ അതായത് എല്ലാവർക്കും ഒരു നല്ലൊരു ഗുണം ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പം സങ്കടത്തിലായിരിക്കുമ്പോൾ ഒന്ന് സന്തോഷം തോന്നണമെങ്കിൽ നമ്മളൊരു പാട്ട് കേട്ടാൽ മതി. അതെ, ഈ കാലഘട്ടത്തിൽ. അതേപോലെ തന്നെ സാറിൻ്റെ ഏറ്റവും വലിയ വിമർശകൻ ആരാണ്? സുഹൃത്തായിരിക്കാം, ഇല്ലെങ്കിൽ ഫാമിലിയിൽ ഒരാളായിരിക്കാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എന്നെക്കുറിച്ച് ഞാൻ തന്നെയാണ് എൻ്റെ വിമർശകൻ. എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് എന്തറിയാം എന്നുള്ളത് എനിക്കറിയാം, എന്തറിയില്ല എന്നുള്ളതും എനിക്കറിയാം. പലർക്കും അറിയാം എന്നുള്ളത് അറിയാം, അറിയില്ല എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഞാൻ ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ പോരായ്മ, ഇനി എന്ത് ചെയ്യണം, എന്തായിരുന്നു വായിക്കേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ എന്തായാലും ചെയ്യുക, അങ്ങനെ ഞാൻ തന്നെ സ്വയം വിമർശിക്കുകയാണ് ചെയ്യുക. എപ്പോഴെങ്കിലും എന്താ പറയണത്, കുറച്ചും കൂടെ മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? തീർച്ചയായിട്ടും. പഴയ ഒരിക്കൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ പണ്ട് വായിച്ച ഒരു കച്ചേരിയുടെ സ്പൂൾ കേൾപ്പിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, അയ്യോ ഇത് ആരെയും വായിച്ചേക്കണേ, വളരെ മോശമായിട്ട് വായിച്ചിട്ടുണ്ടല്ലോ. സാറ് തന്നെ വായിച്ചതാ. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അന്ന് വയലിൻകാരൻ കുറവായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ വായിച്ചിട്ടുണ്ടോ ഞാൻ എന്ന് തോന്നിയൊരു ഒന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് പിന്നെ അറിയില്ല. പലപ്പോഴും ചിലപ്പോൾ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് വായിക്കായിരുന്നു, അല്ലെങ്കിൽ പാടായിരുന്നു. ഞാൻ പാട്ട് കച്ചേരിയും പാടുന്ന ഒരാളാണ്. പിന്നെ ഒരു 3-4 സിനിമയ്ക്കും സംഗീതം ചെയ്തിട്ടുണ്ട്. ഇന്ന് സാറാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വയലിൻ എന്നൊരു ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ആ സമയത്ത് എനിക്ക് കണ്ടിട്ട് ഒരു വാക്ക് ഞാൻ കണ്ടു, വയലിനെ കരയുന്ന ഉപകരണം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിശേഷണം? അതായത് വയലിൻ്റെ ടോൺ തന്നെ ഒരു സങ്കടകരമായിട്ടൊരു ടോണാണ്. വെച്ചാൽ സങ്കടം വരുത്താൻ പറ്റുന്നൊരു ശബ്ദോപകരണമാണ്. അതിലുപരി നമ്മുടെ വികാരങ്ങൾ ഇത്രയും ഫലപ്രദമായിട്ട് പറ്റുന്ന ഒരു ഉപകരണം വേറെ ഇല്ല. അത്ര ഇതായിട്ട് നമുക്ക് നമ്മളുടെ ഭാവങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നൊരു അടുത്തൊരു ഉപകരണമാണ്. വളരെ എളുപ്പമുള്ളൊരു ഉപകരണമാണ്. എല്ലാവരും പറയും വിഷമാണ്, ഞാൻ തിരിച്ചാ പറയുക, വളരെ എളുപ്പമുള്ളൊരു ഉപകരണമാണ് വയലിൻ. അതുകൊണ്ടാണ് വയലിനെ കരയുന്ന ഉപകരണം എന്ന് പറയുന്നത്. അതെ, പെട്ടെന്ന് ഞാനത് കേട്ട് ഒരു സങ്കടമായിട്ട് ഇപ്പോൾ രാഗങ്ങളിപ്പം സരിഗ പദ സരിഗ പദ അത് കേൾക്കുമ്പോൾ തന്നെ, ആ വയലിലൂടെ കേൾക്കുമ്പോൾ തന്നെ ആ ഒരു ഫീലിലേക്ക് നമ്മൾ അത് എത്തിപ്പെടും. ഈ സന്തോഷം വരുത്താൻ
പറ്റുന്ന അല്ലെങ്കിൽ ഒരു ദുഃഖിതനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലേക്ക് സന്തോഷം പകർന്നു കൊടുക്കാൻ പറ്റിയ ഒരു രാഗം ഏതായിരിക്കും? അത് ഒരുപാട് രാഗങ്ങളുണ്ട്. ഇപ്പോൾ മോഹനം, ഇപ്പോൾ സരി ഗപദ സരി ഗപദ സരി സദപഗരി സരി ഗപദ, അതിന് ഒരു നോട്ട് മാറ്റിയാൽ സങ്കടമായി രാഗം ശിവരഞ്ജിനി എന്ന് പറഞ്ഞ രാഗം. അപ്പോൾ ശിവരഞ്ജിനി സങ്കടവും അതിൻ്റെ ഒരു നോട്ട് വ്യത്യാസപ്പെടുത്തിയാൽ മോഹനം സന്തോഷമാണ്. അതേസമയം ഞാനിങ്ങനെ നോക്കുമ്പോൾ കൈതപ്രം സാറ് ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. ഈ മോഹനം എന്ന് പറയുന്ന സന്തോഷകരമായ രാഗത്തിനെ സങ്കടകരമായിട്ട് മാറ്റിയിട്ടുണ്ട് പുള്ളി. കളി വീടുറങ്ങിയല്ലോ, ആ പാട്ട് സങ്കടകരമായിട്ട് ഈ സന്തോഷം കൊടുക്കേണ്ട രാഗത്തിലാണ് ചെയ്തിട്ടുള്ളത് മോഹനത്തിൽ. അപ്പോൾ അതപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ കഴിവാണ്. 45ഓളം പാട്ടുകൾ ദേവരായ മാഷ് ഈ മോഹന രാഗത്തിൽ തന്നെ ചെയ്തു എന്നാണ് പറയുന്നത്. പണ്ടത്തെ ആ ഒരു പാട്ടുകളുടെ അത്ര ആയുസ് ഇന്നത്തെ പാട്ടുകൾക്കില്ലാത്തതിൻ്റെ കാരണം പലതും അവിടെ നിന്ന് ഇവിടുന്ന് കേച്ചു കൂട്ടി മുടച്ചിരിക്കുന്ന പോലെ ചെയ്യുന്നതാണ്. ഒരു രാഗത്തിൽ അധിഷ്ഠിതമായിട്ട് ഒരു ചെയ്യുന്ന ഏത് പാട്ട് ഇന്നത്തെ കാലത്ത് അത് വളരെ സൂപ്പറായിട്ട് നിലനിൽക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ DJ കാലഘട്ടത്തിൽ DJ ഇല്ലാത്ത ഒരു ഫംഗ്ഷൻ പോലും കാണത്തില്ല. വൈകിട്ട് കൂട്ടുകാരോ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു DJ ഇല്ലാതെ ഒരു ദിവസം കടന്നു പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു കലയിലേക്ക് വന്നു കഴിയുമ്പോൾ വയലിന്റെ പ്രാധാന്യത്തെ എങ്ങനെ നമുക്ക് തർജ്ജമ ചെയ്യാൻ സാധിക്കും? അതെ, അതായത് ഇപ്പോൾ വയലിൻ വായിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ DJയുടെ കൂടെ വേണമെങ്കിൽ വയലിൻ വായിക്കാം. പിന്നെ വയലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വയലിൻ ഏത് സംഗീതത്തിൻ്റെ കൂടെ ചേർന്ന് വായിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. അപ്പോൾ DJ എന്ന് പറയുമ്പോൾ അത് കുറേ പേർക്ക് ഇഷ്ടമാണ്, അവരത് ആസ്വദിക്കുന്നു, അപ്പോൾ അത് പോകുന്നു. അതുകൊണ്ട് വയലിൻ്റെ പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല. വയലിൻ എന്നും ആസ്വദിക്കാനായിട്ട് ഒരു ആളുകളുണ്ട്. അത് ഏത് കാലത്താണെങ്കിലും. പിന്നെ അതിൻ്റെ കുറച്ച് പ്രത്യേക ജീവിത തിരക്ക് കൊണ്ട് പലരും ചിലപ്പോൾ ഈ യൂട്യൂബിലൊക്കെ ഇരുന്ന് ചിലപ്പോൾ ആയിരിക്കും കേൾക്കുന്നത്. അതുകൊണ്ട് വയലിൻ്റെ പ്രാധാന്യം ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു AI വയലിൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അയ്യോ നിങ്ങളുടെയൊക്കെ പണി പോയിട്ടോ കച്ചേരിക്ക്. അപ്പോൾ നമ്മൾ ഒന്ന് പാടിക്കഴിഞ്ഞാൽ വയലിൻ തന്നെത്താൻ കറക്റ്റ് വയലിട്ടുള്ള അത് ബോയൊക്കെ ഇട്ട് വായിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പണി പോകും. ഞാൻ പറഞ്ഞു നമ്മുടെ പണി പോവില്ല. എന്താ കാരണം വെച്ചാൽ അതിന് ഫുള്ള് അത് വായിക്കും. പക്ഷെ ഇത് എന്ത് വായിക്കണം എന്ത് വായിക്കണ്ടെന്ന് അത് എന്നോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അത് വായനക്കാരനെ അറിയുള്ളൂ. ഫീലിങ്സ് ഉൾക്കൊണ്ട് ആ ഫീലിങ്സ് അതിൽ കൊണ്ടുവരണമെങ്കിൽ ഒരു മനുഷ്യനെ കൊണ്ടേ സാധിക്കത്തുള്ളൂ. ഇപ്പൊ അവരുടെ മനുഷ്യരുടെ ആ വികാരങ്ങളോ ഒപ്പിയെടുക്കണമെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അതെ അതെ അതെ, അവിടെയാണല്ലോ സംഗീതത്തിന്റെ ജീവൻ എന്ന് പറയുന്നത്. മനുഷ്യന്റെ ആ ഒരു മാറ്റാൻ സാധിക്കണം. തീർച്ചയായിട്ടും. ഇത്രയും നേരം നമ്മളോട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ച സാറിനോട് ഒരുപാട് നന്ദി. താങ്കൾ ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങളുടെ കൂടെ ഓപ്പൺ ഹാർട്ടിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചതിന്. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.